കഴിഞ്ഞ ദിവസം സ്കൂളിൽ ക്ലാസ് റൂമിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്നെ വിളിച്ചു. ചെറിയ കുട്ടി 5ാം ക്ലാസ്സുകാരനാണ്. അവനെ ഞാൻ അടുത്ത് വിളിച്ച് സംസാരിച്ചു. എന്താ പ്രശ്നം? അവൻ കരയുന്നില്ല. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ച അടുക്കളയിലേക്ക് കൊണ്ടുപോയി. ഭക്ഷണമല്ല പ്രശ്നം, ഉമ്മയെ കാണണം. ഉമ്മ ഇവിടെ, ഉമ്മ ദുബായിലാണ്. ഉപ്പയോ വേറെ സ്ഥലത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? നോക്കാൻ എന്താണെന്ന് അറിയാം. എൻ്റെ ഉപ്പയെ തെറ്റി. എൻ്റെ ഉമ്മാനെ വേറെ ആളെ വിവാഹം കഴിച്ചു. ഉപ്പ വേറെ സ്ഥലത്താണ്. ഉപ്പ വേറെ വിവാഹം കഴിച്ചു. ഞാൻ ചോദിച്ചു ഈ ആരപ്പ ഉമ്മമാരപ്പോ? അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? ഒന്നുമില്ല, അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായി. എന്താണോ കുഞ്ഞു മോനെ അറിയില്ല, എന്തോ പ്രശ്നം ഉണ്ടായി. അവര് തമ്മിൽ പിരിഞ്ഞു. ഞാൻ ചോദിച്ചു ഉമ്മാനെ കാണണോ? കാണണോ? ഞാൻ ചോദിക്കട്ടെ, ഭാര്യമാരെ അപ്പന്മാരെ ഉമ്മമാരെ നിങ്ങൾക്ക് കയ്യിലുള്ള പുതിയ കാലത്തെ കോംപ്ലക്സിൽ തീർന്നു പോണ ജീവിതം ആ കുഞ്ഞു കുട്ടികളുടേതാണ്. ചില ആളുകളൊക്കെ എപ്പോഴും ജീവിക്കുന്നത് മക്കളുള്ളത് കൊണ്ട് മാത്രം ഭർത്താവിന്റെ അടുത്ത് ജീവിക്കുന്നവരുണ്ട്, മക്കളുള്ളത് കൊണ്ട് മാത്രം ഭാര്യയുടെ അടുത്ത് ജീവിക്കുന്നവരുണ്ട്. അവർക്കിടയിൽ സ്നേഹത്തിന്റെ വിത്ത് വീഴും. എന്നിട്ട് ഭാര്യ ഭർത്താവ് ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ജീവിതത്തെ കാണിച്ചു കൊടുക്കുകയും മനോഹരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് കൊണ്ടുപോകും. ഭാര്യയോട് ഭർത്താവിനോട് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, ഐ മിസ് യു, ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയമെങ്കിലും അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ ഹൃദയത്തിൽ കുറച്ച് സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യും. ഭാര്യ ഭർത്താവിന്റെ ഹൃദയത്തിൽ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്താൽ അവിടുന്ന് കിട്ടും. ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടുന്ന് സ്നേഹം കിട്ടൂല. ദേഷ്യമാണ് പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, വെറുപ്പാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ വെറുപ്പാണ് ഇൻവെസ്റ്റ് ചെയ്യുമെങ്കിൽ ആ വെറുപ്പാണ് തിരിച്ചു കിട്ടുക. സ്നേഹം ഇൻവെസ്റ്റ് ചെയ്താൽ സ്നേഹം കിട്ടും. അത് മക്കളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. നല്ല മനുഷ്യന്മാരാകുക, കുട്ടികൾ നല്ല അനുഭവങ്ങൾ കൊടുക്കുക.